അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ ചൊല്ലുമ്പോൾ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രോഗങ്ങൾ ശിഫയായി കിട്ടാൻ, കടങ്ങൾ തീർന്നു കിട്ടാൻ, സമ്പത്ത് കൂടാൻ, അതുപോലെ തന്നെ മുസീബത്തുകളെ തൊട്ട് കാവൽ ലഭിക്കാൻ, ഇതൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട 3 ഇസ്മ കൂടി കൂടിച്ചേരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങൾ വളരെ വലുതാണ്. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പട്ടിണി കിടക്കുക എന്ന് മാത്രമല്ല. ചില ആളുകൾക്ക് നമുക്ക് കാണാൻ പറ്റും, അവർ നന്നായി പഠിച്ച് എല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളും നേടി, പക്ഷേ അവൻ്റെ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി അവനിക്ക് ലഭിക്കാതെ വരും. അതൊരു വല്ലാത്തൊരു ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു ഇണ, ഒരു ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കല്യാണം ശരിയാവാതെ നടക്കുക എന്നുള്ളത് അതൊക്കെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യും, പക്ഷെ അതൊക്കെ പൊട്ടിപ്പോകും, അതൊക്കെ ഒരു ദാരിദ്ര്യമാണ്. ഇങ്ങനെയുള്ള ദാരിദ്ര്യങ്ങളെ തൊട്ട് അവന് രക്ഷ കിട്ടും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റിൻ്റെ കൂടെ 3 ഇസ്മണ്ട് ചേർത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ ദാരിദ്ര്യം നമ്മളെ തൊട്ട് നീണ്ടുകയില്ല. അതുപോലെ തന്നെയാണ് ഖബർ ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കാവുകയില്ല. ഈ ഇസ്മ നമ്മുടെ കൂടെ സഹായത്തിനുണ്ടാകും. അതുപോലെ തന്നെ സമ്പാദ്യമുണ്ടാവുക എന്നുള്ളത്, അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാകും. ഈ ദിക്ർ ചെല്ലുന്നത് കൂടി നമുക്ക് സമ്പത്ത് വന്നുകൂടും. അതിനുള്ള എല്ലാ വഴികളും എല്ലാ വാതിലുകളും നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഫഖറിനെ തൊട്ട്, ദാരിദ്ര്യത്തെ തൊട്ട് നമ്മോട് അള്ളാഹു കാവൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സമ്പത്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളെ തൊട്ട് നമുക്ക് കാവലുണ്ടാകും. അതുപോലെ തന്നെ ഈ ദിക്ർ പതിവാക്കുന്നവനിക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കിട്ടാൻ വളരെ എളുപ്പമാകും. ഏതാണ് ഈ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ, അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ദിക്ർ ഇങ്ങനെ ആരെങ്കിലും ചൊല്ലിയാൽ 100 തവണ ഒരു ദിവസം ഒരാളിത് ചൊല്ലിയാൽ അവന് കിട്ടാവുന്ന പ്രതിഫലമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ആരെങ്കിലും സുബഹിക്ക് ശേഷം 100 തവണ ചൊല്ലിയാൽ 3 കാര്യങ്ങൾ കൂടി അവനക്ക് കൂടുതലായി ലഭിക്കും. എന്താണത്? ഒന്നാമത്തത്, ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും എല്ലാ കാര്യങ്ങളും അവനക്ക് എളുപ്പമാക്കി കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. എൻ്റെ ഇസ്മ, എൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ ദിക്ർ ചൊല്ലിയത്. അത് കാരണമായി ദുനിയാവിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആഖിറത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, എല്ലാം എളുപ്പമായി കിട്ടാൻ ഇത് കാരണമായി തീരും. അതുപോലെ തന്നെയാണ് നമ്മളെ രണ്ടാമത്തെ വിഷയം, നമ്മളെ ഇടങ്ങേറാക്കുന്ന ഭരണാധികാരികൾ. നമുക്ക് പലപ്പോഴും അങ്ങനത്തെ ഭരണാധികാരികളൊക്കെ വരാറുണ്ട്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ നാട്ടു സമൂഹത്തിനെ ഇടങ്ങേറാക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന ഭരണാധികാരികളിൽ നിന്ന്, അതുപോലെ തന്നെ ഇബ്ലീസിൻ്റെ ഷർറിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ ഇത് നമുക്ക് കാരണമാകും. മൂന്നാമത്തതാണ് തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ചില തെറ്റുകൾ ചെയ്താൽ നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള തെറ്റുകളെ തൊട്ട് നമുക്കൊരു കാവലുണ്ടാകും. അത്തരത്തിലുള്ള തെറ്റിലേക്ക് നമ്മൾ ഒരിക്കലും അടുക്കുകയില്ല. അത്രയും സന്ദർഭങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ സുബഹിക്ക് ശേഷം 100 തവണ ആരെങ്കിലും ചൊല്ലിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിഫലത്തിനോട് കൂടെ 3 കാര്യങ്ങൾ കൂടെ അവനക്ക് കൂടുതലായി ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്ത് സ്മരിച്ച് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.